ഈ പാരന്റ് ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഈ പാരന്റിന് മാത്രമല്ല, പല കുട്ടികൾക്കും കട്ടിയാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കട്ടിയാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ദൂരെ മലബന്ധം വന്ന് മലം പോകാൻ ബുദ്ധിമുട്ടായി ആ മലത്തിൽ ബ്ലഡ് വരെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പാരന്റ്സ് അറിയേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ആന്റിസിപ്പേഷൻ, 2 പ്രിവെൻഷൻ, 3 ഏർലി ഡിറ്റക്ഷൻ, 4 ഏർലി ട്രീറ്റ്മെന്റ്. ഈ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് മലബന്ധം വരും, ഉറപ്പാണ്. ഏത് സമയത്ത്? 3 സമയങ്ങളിൽ. ഒന്ന്, കട്ടിയാരം ആദ്യമായി കൊടുത്തു തുടങ്ങുന്ന സമയത്ത്. 2, ഒരു കുഞ്ഞ് ആദ്യമായി സ്വന്തമായി മലം പോയി തുടങ്ങുന്ന സമയത്ത്, അതായത് ആ ഒരു 1.5 2 years സമയത്ത്. 3, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത്. അതിൽ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്നത് 1.5-2 വയസ്സുള്ള സമയത്തും അതോടൊപ്പം കട്ടിയാരം കൊടുത്തു തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ എൻ്റെ കുട്ടിക്ക് മലബന്ധം വരും അല്ലെങ്കിൽ വന്നേക്കാം എന്ന് ആന്റിസിപ്പേഷനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രിവെൻഷനാണ്. ഞാൻ പറഞ്ഞു ഇത്രയും സന്ദർഭങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരാൻ സാധ്യതയുള്ള സമയത്ത് നമ്മൾ മുൻകൂട്ടി തടയുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതെങ്ങനെയൊക്കെ പറ്റും? ഒന്നാമത്തെ കാര്യം ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂട്ടുക. അപ്പോൾ അത് എങ്ങനെ കൊടുക്കാം, എത്ര അളവിൽ കൊടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ്. പ്രത്യേകിച്ച് 6 മാസത്തിന് ശേഷം നിങ്ങളുടെ മുലപ്പാലും അതോടൊപ്പം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും ഇതെല്ലാം ഇതിനൊക്കെ പുറമെ കുഞ്ഞിന് മലബന്ധം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുക്കുക. പ്രിവെൻഷനിൽ അടുത്ത കാര്യം, ഇപ്പോൾ ചില കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പശുവും പാല് കൊടുത്ത് തുടങ്ങിയതിന് ശേഷം നല്ല മലബന്ധം വരാറുണ്ട്. അതോടൊപ്പം ചില മെഡിസിൻസ് കൊടുക്കുമ്പോൾ അയണൊക്കെ കൊടുക്കുമ്പോൾ മലബന്ധം വരാറുണ്ട്. അത്തരം മെഡിസിൻസോ ഫുഡോ കൊടുക്കുന്ന സമയത്ത് മലബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം തേടി ആ മെഡിസിൻ അല്ലെങ്കിൽ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. അടുത്ത പ്രിവെൻഷൻ ആണ് കുഞ്ഞുങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റും മുറിവുകൾ അല്ലെങ്കിൽ ഫിഷേഴ്സ് വരാതെ നോക്കുക. അത് സാധാരണ ഈ മുറിവുകൾ വരുന്നത് മലം കട്ടിയായി പോകുന്നവർക്കാണ്. പക്ഷേ ചില സമയത്ത് നിങ്ങൾ ഭയങ്കര വിഗ്രസായി അവിടെ ക്ലീൻ ചെയ്യുമ്പോഴും മുറിവുകൾ വരാം. മുറിവുകൾ വന്നാൽ പെയിൻ വരും. പെയിൻ വന്നാൽ ഇവർ സ്റ്റൂൾ ഹോൾഡ് ചെയ്യും, അത് മലബന്ധത്തിലോട്ട് നയിക്കും. അപ്പോൾ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഒരു പ്രിവെൻഷൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രിവെൻഷൻ. 3 ഏർലി ഡിറ്റക്ഷൻ. അത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കണം. അഥവാ നിങ്ങളുടെ കുട്ടിക്ക് കട്ടിയാരം കൊടുത്തു തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുട്ടി സ്വന്തമായി ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യുന്ന ആ 1.5-2 വയസ്സിൻ്റെ സമയത്ത് മലബന്ധം വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏർലി ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിന് നിങ്ങളെ സഹായിക്കുന്നത് എന്താണ്? അതിന് നിങ്ങളെ സഹായിക്കുന്നത് സ്റ്റൂൾ ചാർട്ടാണ്. ഇതാണ് സ്റ്റൂൾ ചാർട്ട്. ഇതിൽ ആ മുകളത്തെ ഭയങ്കര 1 2 ഒക്കെ വരുമ്പോൾ അതിനർത്ഥം ഇത് കട്ടിയുള്ള സ്റ്റൂളാണ്, ഉടനെ ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട്. അങ്ങനെ ഏർലി ഡിറ്റക്ഷൻ നേരത്തെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് 3ാമത്തെ വഴി. 4ാമത്തെ വഴി ഏർലി ട്രീറ്റ്മെന്റ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മലബന്ധം, പ്രത്യേകിച്ച് കട്ടിയാരം കൊടുത്തു തുടങ്ങുന്ന പ്രായത്തിലൊക്കെ ഉള്ള മലബന്ധത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ എത്ര ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നോ അത്രയും ഗുഡ് ഔട്ട്കം ആയിരിക്കും. നമ്മൾ എത്രയും ഡിലേ ആക്കുന്നോ, ട്രീറ്റ്മെന്റ് എത്ര ഡിലേ ആക്കുന്നോ അത്രയും ഔട്ട്കമും ഡിലേ അല്ലെങ്കിൽ പൂർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെന്റ് ഈ മലബന്ധത്തിന്റെ കാര്യത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ പാരന്റ്സ്